അല്ല, ഇത് വേണു ഒരു കാര്യമുള്ളത്, ഈ കെ എം എബ്രഹാം ഉന്നയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളുടെ ബാധ്യത ചുമക്കാൻ എനിക്ക് അതിൻ്റെ ഒരു ബാധ്യതയുമില്ല. എനിക്ക് അത്ര ഉത്തരവാദിത്വവുമില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉത്തരവാദി അദ്ദേഹം മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ കേസിൽ മൊത്തത്തിൽ എനിക്ക് ഉള്ള അഭിപ്രായങ്ങൾ ഞാൻ താങ്കൾ ചോദിക്കുമ്പോൾ അഭിപ്രായം പറയും, യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യും. അതുകൊണ്ട് കെ എം എബ്രഹാമിൻ്റെ ചെയ്തികൾക്കെല്ലാമുള്ള ബാധ്യത പേറേണ്ട. ശരി, പക്ഷേ ഈ കേട്ട കാര്യങ്ങളിലോ, അത് വേറെ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിലങ്ങയുടെ അഭിപ്രായം എന്താണ്? അല്ല, അപ്പം തന്നെ ഉണ്ട്. അതിലങ്ങയുടെ അഭിപ്രായം എന്താണ്? ഞാനത് പറയുകയാണ്. ഞാൻ അതാണ് പറയുന്നത്. അതാണ് പറയാൻ എനിക്ക് താല്പര്യം. ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ജോമോനും പറഞ്ഞു, 2017 4 മാസക്കാലം അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ക്വിഡ് പ്രോക്കോയാണ് മറ്റേ ഇയാളുടെ IPS കിട്ടിയത്. അത് ഇദ്ദേഹം ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ തീരുമാനിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ കിട്ടുന്നതാണോ? കൺഫർ IPS ആണെങ്കിലും പിന്നെ അങ്ങനെയാണോ കിട്ടുന്നത് IPS? UPSCക്ക് ഇതിനകത്ത് യാതൊരുവിധ ഉത്തരവാദിത്വമില്ലേ വേണു? നമ്മൾ ഈ ക്വിഡ് പ്രോക്കോയെ മാത്രം ഊന്നുമ്പോൾ ഒരു ചീഫ് സെക്രട്ടറി മാത്രം വിചാരിച്ചാൽ കൺഫർ ചെയ്ത് കിട്ടുമോ ഇതൊക്കെ? ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ജോമോന് കൂടുതൽ എന്നോട് ചോദിക്കും, ആരോടും ഉന്നയിച്ച ആള് ഞാനല്ലേ, ആരോടും എന്നോട് തന്നെ ചോദിക്കും. ഇവിടുന്ന് ശുപാർശ ചെയ്താലേ UPSC അംഗീകരിക്കുള്ളൂ. ഇവിടുന്ന് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ സ്ക്രീനിങ് കമ്മിറ്റി സ്കൂട്ടറിങ് നടത്തി ഫൈനലാക്കിയിട്ടാണ് അങ്ങോട്ട് അയക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയാണെങ്കിൽ ഇവിടുന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന കൊലീജിയം സുപ്രീം കോടതിയിലേക്ക് അയക്കാതെ കേന്ദ്ര സർക്കാർ ആ പുതിയൊരാളെ എഴുതി ചേർക്കുകയില്ല. അത് ആദ്യം മനസ്സിലാക്കും. ഇവിടുന്ന് ശുപാർശ ചെയ്ത് അയക്കണം. അത് വളരെ അയക്കാറില്ല. ഇവർക്ക് വേണ്ടപ്പെട്ടവരെ അയക്കുമല്ലോ. ആ വേണ്ടപ്പെട്ടവരെ പറഞ്ഞു. ഞാനിത് വിജിലൻസ് കോടതി വാദിച്ചപ്പോൾ കേൾക്ക്, ഇയാള് IPSന്റെ പട്ടികയിൽ ഇല്ലെന്നും ഇയാളെ അങ്ങനെ ശുപാർശ ചെയ്തിട്ടില്ലെന്നും നുണ പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ പിന്നെയാണ് അന്ന് വിജിലൻസ് കോടതി ഞാനിത് വാദിച്ചപ്പോൾ ഗവൺമെൻറ് സ്പെഷ്യൽ വിജിലൻസ് ലീഗൽ അഡ്വൈസർ പറഞ്ഞത് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളെ പട്ടികയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇല്ലെന്നും ഒരിക്കലും അങ്ങനെ സംഭവം ഇല്ലെന്നും പറയുകയും ചെയ്തു. എന്നിട്ട് പിന്നെ ലിസ്റ്റായി അതിന് ശേഷം. അപ്പോൾ അത് ഹൈക്കോടതി ഞാൻ ചോദിച്ചാൽ പിന്നെ വിജിലൻസിന് ഉത്തരവില്ലായിരുന്നു. ഗവൺമെൻറ് GP അക്ഷരം വേണ്ടിയിട്ടില്ല, അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല, അത്രേ ഉള്ളൂ. ശ്രീ ജയചന്ദ്രൻ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ. അപ്പൊ എല്ലാരും ഇപ്പൊ മന്ത്രി മുൻ മന്ത്രി ഉദാഹരണം പറയാം. ശ്രീ ജയചന്ദ്രൻ, ഹലോ വേണു, ബാക്കി പറയാമോ? അല്ല ഞാൻ പറഞ്ഞത് ഇതാണ്. ഈ ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത് ഇപ്പം ജോമോൻ തന്നെ വിശദീകരിച്ചു. ഇവിടെ UPSCക്ക് ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്ത് അയച്ചു എന്നുള്ളതുകൊണ്ട് ഒരൊറ്റ കാരണം കൊണ്ടല്ലല്ലോ കൺഫർ ചെയ്ത് കിട്ടുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് അയച്ചതുകൊണ്ട് മാത്രം അവിടെ ഓക്കെ. പക്ഷേ സാർ, ഈ റെയ്ഡ് തടയപ്പെട്ടത്, അങ്ങനെ ഒരു പിടി കാര്യങ്ങളാണ്. നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യാനല്ലോ ഇരിക്കുന്നത്, അത് മാത്രമല്ലല്ലോ. അതെ ഞാൻ പറഞ്ഞത്, ഞാൻ ആ വിഷയം മാത്രമായിട്ട് പറയുകയല്ല, കൂട്ടത്തിൽ അതോടെ ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വിമർശനങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്. ജോമോനെ പോലൊരാൾ നിരന്തരമായി അതിൻ്റെ പിന്നാലെ ഉണ്ട്, കോടതി വഴി തന്നെ. അതിൻ്റെ കൂടെ കൃത്യമായൊരു മറുപടിയാണല്ലോ ബഹുമാനി ജസ്റ്റിസ് ബാബുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹത്തെ ഒരിക്കലും ആ ജഡ്ജിനെ പ്രത്യേകിച്ചും അത് നമുക്കത് കൂടുതൽ ബോധ്യമാവുന്നത് കുഴൽനാടൻ്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ 59 പേജ് വിധി വായിക്കുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ആ മെറിറ്റോറിയസ് ആയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ കാണുന്നതെന്ന് തന്നെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിധിയിൽ അതിൽ വസ്തുതാപരമായ ചില വശങ്ങൾ ഗൗരവമായിട്ട് തന്നെ ഉണ്ട്. അതിന്മേൽ തീരുമാനം എടുക്കേണ്ടി വരും ഗവൺമെൻറ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്.